ഹായ് അസ്സാം വലൈക്കും വെൽക്കം ടു നീഡിൽ വേവ് ഡിസൈൻസ്. ഇന്നൊരു ഗൗണിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആയിട്ടുള്ള വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിനാവശ്യമായിട്ട് നമുക്ക് 4.5 മീറ്റർ ജോർജറ്റിൻ്റെ തുണി, 3.5 മീറ്റർ ക്രൈപ്പ് ലൈനിങ്, പിന്നെ സ്ലീവിൻ്റെ അടിയിൽ അറ്റാച്ച് ചെയ്യാൻ ഒരു ലൈസും കൂടിയാണ് ഇതിന് ആവശ്യമായിട്ടുള്ളത്. എനിക്കിത് ടോട്ടൽ ലെങ്ത്ത് 49 ഇഞ്ചാണ് വേണ്ടത്. അതിൽ യോക്ക് പാർട്ട് 12.5 ഇഞ്ചാണ്. പിന്നെ ആദ്യം ഇത് ലൈനിങ്ങിലാണ് അടയാളപ്പെടുത്തുന്നത്. അപ്പോൾ 12.5 ഇഞ്ച് കൂടെ 1 ഇഞ്ചും കൂടെ തയ്യൽ തുമ്പിട്ടിട്ട് 13.5 ഇഞ്ച് ഞാൻ ലെങ്ത്ത് അടയാളപ്പെടുത്തി. അതിനുശേഷം അതിൻ്റെ ഷോൾഡർ വരച്ചു കൊടുത്തു. 6.5 ഇഞ്ചാണ് ഷോൾഡർ. അതേ അളവിൽ തന്നെ ആം ഹോളും 6.5 ഇഞ്ച് ഞാൻ അടയാളപ്പെടുത്തി കൊടുത്തി. ചെസ്റ്റ് എനിക്ക് 28 ഇഞ്ചാണ് റൗണ്ട് ചെയ്തിട്ടുള്ള കിട്ടിയത്. അപ്പോൾ അതിൻ്റെ 4 ഭാഗം 7 ഇഞ്ച്. അതിൽ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും ഇട്ടിട്ട് 8.5 ഇഞ്ച് അടയാളപ്പെടുത്തി. അതിൻ്റെ ആം ഹോളും ആം ഹോളിൻ്റെ കെറുവും വരച്ചു കൊടുത്തു. ഷേപ്പിൻ്റെ ഭാഗം എനിക്ക് ടോട്ടൽ 25ആണ്. അതിന് 4 ഭാഗമാക്കിയപ്പോൾ 6.5. അതിൻ്റെ കൂടെ തയ്യൽ തുമ്പും കൂട്ടിയിട്ട് 8 ഇഞ്ച് ഞാൻ അടയാളപ്പെടുത്തിയിട്ട് ആ ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി നെക്കാണ് അടയാളപ്പെടുത്തുന്നത്. എനിക്ക് 4.5 ഇഞ്ചാണ് ഫ്രണ്ട് ലെങ്ത്ത്, നെക്കിൻ്റെ ലെങ്ത്ത് വേണ്ടത്. അതേപോലെ ബാക്ക് ലെങ്ത്ത് 2 ഇഞ്ചാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. റൗണ്ട് ഷേപ്പിലാണ് ഇതിൻ്റെ നെക്ക് ഞാൻ ചെയ്യുന്നത്. ഇതേപോലെ നമ്മൾ അടയാളപ്പെടുത്തിയിട്ട് റൗണ്ട് ചെയ്തിട്ട് വരച്ചു കൊടുക്കുക. ബാക്ക് നെക്ക് വെട്ടിയതിന് ശേഷം ബാക്കിലെ പീസ് മാറ്റിയെടുത്തിട്ട് വേണം ഫ്രണ്ടിലെ നെക്ക് കട്ട് ചെയ്യാൻ. എന്നെങ്കിലേ അത് കറക്റ്റായിട്ട് കിട്ടുള്ളൂ, അല്ലെങ്കിൽ രണ്ടും ഒന്നിച്ച് വെട്ടിപ്പോകും. ഫ്രണ്ടിലെ നെക്കും അതുപോലെ തന്നെ ആം ഹോളിൻ്റെ അവിടെയും കുറച്ചൊന്ന് കുഴിച്ച് വെട്ടിക്കൊടുക്കുക. ഇനി ഈ യോക്ക് പാർട്ട് വെട്ടിയിലെ ലൈനിങ് പീസ് എടുത്തിട്ട് തന്നെ നമ്മളതിൻ്റെ മെയിൻ പീസിലും വെച്ചിട്ട് അതേ അളവിൽ വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. ബാക്ക് പീസും ഫ്രണ്ട് പീസും 2 പീസും ഒരുപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കുക മെയിൻ പീസിൽ നിന്ന്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കറക്റ്റായിട്ട് വെച്ചെടുത്ത് അളവ് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റാത്ത രൂപത്തിൽ വേണം നമ്മൾ വെട്ടിയെടുക്കാനായിട്ട്. ഇതേപോലെ കറക്റ്റായിട്ട് 2 പീസ് കട്ട് ചെയ്തെടുക്കുക. പിന്നീട് അതിൻ്റെ സ്ലീവാണ് വെട്ടിക്കൊടുക്കുന്നത്. അതിൻ്റെ സ്ലീവ് ഞാൻ പഫ് സ്ലീവാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് അത്യാവശ്യം എത്ര തുണിയുള്ള അതിനനുസരിച്ച് പഫ് സ്ലീവ് വെട്ടിക്കൊടുക്കുക. ഞാനിവിടെ 12.5 ഇഞ്ചാണ് ഞാനിതിൻ്റെ വീതി കൊടുത്തിട്ടുള്ളത്. നീളം ഫുൾ ലെങ്ത്താണ് നീളം. അപ്പോൾ അത് ഞാൻ ഫുൾ ലെങ്ത്ത് 20 ഇഞ്ച് ലെങ്ത്തും കൊടുത്തിട്ടുണ്ട്. ഈ സ്ലീവിൻ്റെ അടിയിലും ഞെറി കൊടുക്കുന്നുണ്ട്, മുകളിലും നമ്മൾ ഞെറി കൊടുക്കുന്നുണ്ട്. ആ രൂപത്തിലാണ് ഇതിൻ്റെ സ്ലീവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അടിവശത്തും അത്യാവശ്യം വീതിയിൽ കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നമുക്ക് ബാക്കി സ്കേർട്ട് പാർട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി 38 ഇഞ്ചാണ് സ്കേർട്ട് പാർട്ടിന് ലെങ്ത്ത് വേണ്ടത്. അതിൽ കൂടെ 1.5 ഇഞ്ച്, 1/2 ഇഞ്ച് നമുക്ക് മുകളിലും പോകും. ബാക്കി 1 ഇഞ്ച് അടിയിൽ മടക്കിയെടുക്കാനും എടുത്തിട്ട് 39.5 ഇഞ്ച് ഞാൻ കട്ട് ചെയ്തെടുത്തു. അതിൻ്റെ ലൈനിങ്ങും അതേ ലെങ്ത്തിൽ തന്നെ 1 ഇഞ്ച് കുറവ് വരുത്തിയിട്ട് അതിൻ്റെ ലൈനിങ് ഞാൻ ഇതേപോലെ കട്ട് ചെയ്തിട്ട് മാറ്റി. 1 ഇഞ്ച് ലെങ്ത്ത് കൊടുക്കുന്നത് ഒരേ അളവിലായി കഴിഞ്ഞാൽ രണ്ടും ഒരേ ലെങ്ത്തിൽ നിൽക്കും. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ആദ്യം ഫ്രണ്ടിലെ നെക്ക് മെയിൻ പീസായിട്ട് അറ്റാച്ച് ചെയ്യാം. ലൈനിങ്ങിൽ നമ്മൾ കട്ട് ചെയ്തിരുന്നല്ലോ, അത് മെയിൻ പീസായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അതേപോലെ ബാക്കിലെ പീസും മെയിൻ പീസായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഫ്രണ്ട് പീസ് ഇതേപോലെ മറിച്ചിട്ടിട്ട് നമ്മൾ അതിന്മേൽ പതിച്ചടി കൊടുക്കുക. ബാക്ക് പീസ് അതേപോലെ അടിച്ചു വെച്ചിട്ട് നമ്മൾ മറിച്ചിടണ്ട. അതിൻ്റെ മുന്നായിട്ട് നമുക്ക് ഫ്രണ്ട് പീസ് ബാക്ക് പീസുമ്മൽ ജോയിൻ ചെയ്യണം. അങ്ങനെ ജോയിൻ ചെയ്താൽ നമുക്ക് അതിൻ്റെ തയ്യൽ തുമ്പ് ഉള്ളിൽ പോകുള്ളൂ. പുറത്തേക്ക് കാണാത്ത രൂപത്തിൽ ബാക്ക് പീസിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് ഫ്രണ്ട് പീസ് അറ്റാച്ച് ചെയ്യുന്നത്. അതിൻ്റെ മുമ്പ് അതിൻ്റെ നമ്മൾ നെക്കടിച്ചിൻ്റെ അരികുവശമൊക്കെ ഒന്ന് കത്രിക വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ ബാക്ക് പീസിൻ്റെ ലൈനിങ് വെച്ച ആ പീസ് ലൈനിങ് മറിച്ചിട്ടിട്ട് ബാക്ക് പീസിൻ്റെ നല്ല വശവും ഫ്രണ്ട് പീസിൻ്റെ നല്ല വശം ഒരുപോലെ വരുന്ന രൂപത്തിൽ നമ്മൾ വെച്ചെടുക്കുക.
ഇതുപോലെ വെച്ചെടുത്തിട്ട് ലൈനിങ്ങിനെ ഇപ്പുറത്തോട്ട് മറിച്ചിട്ട് അവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ മറ്റേ ഷോൾഡറിൻ്റെ ആ ഭാഗം അതുപോലെ തന്നെ ഉള്ളിലൂടെ എടുത്തിട്ട് നല്ല വശം ഒരു ഭാഗത്ത് വരുന്ന പോലെ മുഖത്തോട് മുഖം വരുന്ന പോലെ വെച്ചിട്ട് ആ വശം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. രണ്ട് വശം നമ്മൾ ഡബിൾ സ്റ്റിച്ച് കൊടുത്തിടുക. ഇതുപോലെ ആവും സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ. എന്നിട്ട് അതിൻ്റെ ലൈനിങ് മറിച്ചിടുമ്പോൾ നല്ല വശം ബാക്കും ഫ്രണ്ടും ഇതുപോലെ വരും. അതിനുശേഷം ബാക്കിൻ്റെ ഷോൾഡർ വെച്ച് അവിടെ നിന്ന് തൊട്ട് ബാക്കിൻ്റെ നെക്ക് ഫുള്ളായിട്ട് അവിടെ നമ്മൾ പ്രസ്സടി കൊടുക്കുക. അതിന് ചുറ്റും പ്രസ്സടി കൊടുത്തിടുക. ഇതുപോലെ പ്രസ്സടി കൊടുത്തിടുക. ഇനി സ്ലീവ് സ്റ്റിച്ച് ചെയ്യാം. സ്ലീവിൻ്റെ മുകൾ വശം ഇതേപോലെ ഫുള്ളായിട്ട് ഫ്രില്ലിടണ്ട, കുറച്ച് വശം മാത്രം മുകൾ വശം ഫ്രില്ലിട്ടെടുക്കുക. അതുപോലെ തന്നെ താഴ്വശം അതുപോലെ ഫ്രില്ലിട്ടെടുക്കുക. ഇതുപോലെ ഫ്രില്ലിട്ടെടുത്തിട്ട് ഇതുപോലെ നമ്മൾ രണ്ട് വശം മുകളിലും താഴത്തും ഫ്രില്ലിട്ടെടുത്തു. ഇനിയൊരു 4.5 ഇഞ്ച് വീതി ഉള്ള ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ അടിവശത്ത് ഇതേപോലെ വെച്ചുകൊടുക്കുകയാണ്. അതിൻ്റെ മേലിലാണ് നമ്മൾ ലേസ് വെച്ചുകൊടുക്കുന്നത്. അടിവശം ഇതേപോലെ സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് തിരിച്ചിട്ടിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ അടിവശത്ത് നമുക്ക് 2 ഇഞ്ച് വീതി ഉണ്ട് ഞാൻ ഈ വാങ്ങിച്ച ലേസിന്. അപ്പോൾ അതുപോലത്തെ ആ വീതിക്ക് വേണം അടിയത്തെ പീസും വീതിയിട്ടുള്ള ക്ലോത്താണ് നമ്മൾ വെക്കേണ്ടത്. മുകളിലും അടിയിലും ഇതുപോലെ സ്ലീവിന് ഫ്രില്ലിട്ട് കൊടുത്തു. ഇനി സ്ലീവ് നമുക്ക് നമ്മളെ ബോഡി പാർട്ടിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ബോഡി പാർട്ടിൽ നമ്മൾ അളവ് മാർക്ക് ചെയ്യാം. ഞാൻ അവിടെ ചെസ്റ്റ് 14 ഇഞ്ച് അടയാളപ്പെടുത്തി. അതേപോലെ ഷേപ്പ് 12.5 ഇഞ്ചും അടയാളപ്പെടുത്തി. അതിൻ്റെ സ്ലീവിൻ്റെ വിഡ്ത്ത് താഴ്ഭാഗത്തിന് 9 ഇഞ്ചാണ് എനിക്ക് ഫുൾ റൗണ്ട് വരുന്നത്. അപ്പോൾ അതിൻ്റെ പകുതി 4.5 ഇഞ്ച് അവിടെ അടയാളപ്പെടുത്തുക. അതിൻ്റെ മുകൾ വശത്ത് 10 ഇഞ്ചാണ്. അപ്പോൾ ഞാൻ അവിടെ 5 ഇഞ്ചും അടയാളപ്പെടുത്തി. അത് ആ പോയിൻ്റുകളിൽ തമ്മിൽ യോജിപ്പിക്കുക. അതിനുശേഷം നമ്മൾ സ്കേർട്ട് പാർട്ട് വെട്ടിച്ചിരുന്നല്ലോ, അത് ഫ്രില്ലിട്ടെടുക്കുക. സ്കേർട്ട് പാർട്ട് ഇതുപോലെ അടുപ്പിച്ചടുപ്പിച്ചിട്ട് ഫ്രില്ലിട്ട് കൊടുക്കുക. അതിൻ്റെ ലൈനിങ്ങിലും അതുപോലെ തന്നെ ലൈനിങ് പീസും അതേപോലെ തന്നെ നമ്മൾ ഫ്രില്ലിട്ടെടുക്കുക. അതിനുശേഷം അതിൻ്റെ യോക്ക് പാർട്ട് നമ്മൾ അളവിട്ട് വെച്ചിരുന്നല്ലോ, സ്റ്റിച്ച് ചെയ്ത് വെച്ചിരുന്നല്ലോ, അതിൻ്റെ ഒരു വശത്ത് മാത്രം ഞാൻ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളൂ. ഒരു വശം ഞാൻ പകുതി സ്റ്റിച്ച് ചെയ്തിട്ട് നിർത്തിയിരിക്കുകയാണ്. ആ നിർത്തിയ ആ വശത്ത് നമ്മളെ സ്കേർട്ട് പാർട്ട് യോജിപ്പിക്കുകയാണ്. അപ്പോൾ ആ സ്കേർട്ട് പാർട്ടിൻ്റെ അരികുവശം വെച്ചിട്ട് ഇതേപോലെ യോക്ക് പാർട്ടായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ലൈനിങ്ങും അതിൻ്റെ കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് വെരി ഈസി ആയിട്ട് നമുക്ക് ഫ്രില്ലഡ് ഗൗണ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. വെരി ഈസിയാണ്, ഒരു ബുദ്ധിമുട്ടുമില്ല. പഫ് സ്ലീവും അടിയിൽ ലൈസും ഒക്കെ കൊടുത്തിട്ടാണ് നമ്മൾ ഈ ഗൗണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. കസ്റ്റമർ ഇതിൻ്റെ കൂടെ ഷാളും കൂടെ ചെയ്യാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഞാനിതിൻ്റെ ഷാളും കൂടെ സ്കാലപ്പ് ചെയ്തിട്ട് ഇതിൻ്റെ കൂടെ ഞാൻ വെച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണേ. ഇത് കസ്റ്റമർ ഇട്ട ഫോട്ടോയും കൂടെ ഞാനിതിൽ ആഡ് ചെയ്തിട്ടുണ്ട്.